ഇത്തരമൊരു പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തോട് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുക. കാരണം സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഗുരുതര ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സർ, ഇവിടെ തുടർച്ചയായി പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്നൊരു നിലപാടിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഈ പ്രമേയത്തിലൂടെ ശ്രമിച്ചതെങ്കിലും ഇതിൻ്റെ പ്രമേയത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥ വസ്തുത പ്രതിപക്ഷത്തിനും പറയേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. വേറൊരു എം എൽ എ പ്രശംസിച്ചപ്പോൾ 61,000 കോടി കിട്ടാനുണ്ടെന്ന്. ഒരാൾ 7-ാം മാസത്തിൽ 3,100 കോടി പറയുന്നു. രണ്ടാമത്തെ ആൾ മുൻ ധനകാര്യമന്ത്രി 5,100 കോടി പറയുന്നു. ഇവിടെ വന്നിട്ട് 57,000 കോടി 61,000 കോടി എന്ന് പറയും. ഏത് കണക്കാണെന്ന് പറഞ്ഞാൽ വളരെ നന്നായി. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്ന് പോകും കേരളം, വണ്ടി ഓടത്തില്ല. അങ്ങനൊരു അവസ്ഥയൊന്നും അല്ല. അങ്ങനൊരു അവസ്ഥയല്ല എന്ന് പറയുമ്പം കിട്ടാനുള്ളത് കിട്ടണമെന്നുള്ളത് പറയാതിരിക്കണോ? കേരളത്തിന് കിട്ടേണ്ട ഈ പണം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്നു. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷത്തിന് ഒരു പ്രതിഷേധവുമില്ല. കേന്ദ്രം നിഷേധിക്കുന്ന പണം കേരളത്തിലെ എല്ലാവർക്കും ലഭിക്കേണ്ടതാണ്. അത് പ്രതിപക്ഷത്തിന് മാത്രം മനസ്സിലാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ധനപ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം രംഗത്തെത്തിയതും നിലപാട് സ്വീകരിച്ചതും. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. പക്ഷേ കേന്ദ്ര നിലപാട് കാണാതെ പ്രതിപക്ഷം സംസ്ഥാനത്തെ മാത്രം കുറ്റപ്പെടുത്തുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വിമർശിച്ചു. ധനമന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ചയും കണ്ടു. കേന്ദ്രത്തെ തൊടാതെ കേരളത്തെ മാത്രം പഴിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി എം പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് പ്രതിനിധി റോണി കെ ബേബി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രൻ. ആദ്യം ശ്രീ പ്രകാശൻ മാസ്റ്ററിലേക്കാണ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, കേന്ദ്രം നിഷേധിക്കുന്ന 57,000 കോടിയിൽ അവ്യക്തത സംശയിക്കുകയാണ് പ്രതിപക്ഷം. നമ്മളിപ്പോൾ കേട്ടതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ 57,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ട് എന്നത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, പ്രതിപക്ഷത്തിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിനെതിരെ ഇത് മറച്ചു വെച്ചുകൊണ്ട് നിരന്തരം അധിക്ഷേപം ചൊരിയുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കാണുകയാണ്, പെൻഷൻ വിതരണത്തിലടക്കമുള്ള വിമർശനങ്ങൾ നമ്മൾ കാണുകയാണ്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇന്ന് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു ചർച്ച നടന്നത്. അതിന് ആമുഖമായി മുഖ്യമന്ത്രി പറഞ്ഞത് കാര്യങ്ങൾ ഈ ചർച്ചയിൽ കൃത്യമായി ബോധ്യപ്പെടുമല്ലോ പ്രതിപക്ഷത്തിന് എന്നാണ്. എന്താണ് ഈ ചർച്ചയെ സമഗ്രമായി നോക്കുമ്പോൾ കാണേണ്ടത്? യഥാർത്ഥത്തിൽ ഇന്ന് UDF കൊണ്ടുവന്നിട്ടുള്ള ഈ ചർച്ച അവർക്ക് ജനങ്ങളിൽ നിന്ന് നേരിട്ടിരിക്കുന്ന ജാള്യത മറച്ചുപിടിക്കാനാണ്. കേന്ദ്രത്തിൻ്റെ തെറ്റായ നിലപാടുകൾക്കും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ ജനലക്ഷങ്ങൾ പങ്കെടുത്ത നവകേരള സദസ്സിൽ നിന്ന് അവർ സ്വമേധയാ മാറി നിന്നു. ഇപ്പോൾ ഫെബ്രുവരി 8-ന് കേരളത്തിലെ മന്ത്രിമാരും അതുപോലെ MLA-മാരും എല്ലാം ചേർന്ന് പ്രതിപക്ഷത്തിൻ്റെ കൂടി പങ്കാളിത്തം അഭ്യർത്ഥിച്ചുകൊണ്ട് ഡൽഹിയിലേക്കൊരു മാർച്ച് നടത്തുകയാണ്. അതിന് പങ്കെടുക്കില്ല എന്നുള്ള കാര്യം UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്ക് പൂർണ്ണമായ പിന്തുണ, ഒന്നാം പ്രതി BJP ആണെങ്കിൽ രണ്ടാം പ്രതി കോൺഗ്രസ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റാവുന്ന രൂപത്തിലുള്ള പിന്തുണ അവർ നൽകുകയാണ്. ഗവർണറുടെ അവക്കുമായ നിലപാടുകളെ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പറയുന്ന കേരളത്തിലെ UDF ആണ്. ഇതിൽ നിന്നെല്ലാം ഉണ്ടായ ജാള്യത മറച്ചുവെക്കാൻ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടല്ലോ, വ്യത്യസ്തമായ കണക്കുകൾ പറയുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ എന്താണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ധനമേഖലയിലുള്ള അവഗണന എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 57,400 കോടി, വായ്പാനുമതി വെട്ടിക്കുറവിൽ 8,400 കോടി, GST നഷ്ടപരിഹാരത്തിലുള്ള 12,000 കോടി, ധനക്കമ്മീഷൻ വിഹിതത്തിൽ നേരത്തെയുള്ള 3.8 ഇപ്പോൾ 1.9 വഴി 18,000 കോടി. 57,400 കോടിയുടെ കണക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ഇതിന് പുറമെ കിട്ടാനുള്ള കുടിശ്ശിക യു ജി സിയുടെ ശമ്പള പരിഷ്കരണം 750 കോടി, തദ്ദേശ ഭരണത്തിൻ്റെ ഗ്രാൻഡ് 1921 കോടി, നെല്ല് സംഭരണത്തിൻ്റെയും ഭക്ഷ്യസുരക്ഷയുടെയും 1100 കോടി, ദുരിതാശ്വാസത്തിൽ തരാമെന്ന് പറഞ്ഞ കുടിശ്ശിക 139 കോടി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് 69 കോടി, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് 3000 കോടി, GST നഷ്ടപരിഹാരത്തിന് നേരത്തെ തരാനുള്ള ബാക്കി 511 കോടി. ഈ നിലക്ക് 7490 കോടി ഉറുപ്പിക കിട്ടാനുള്ള കുടിശ്ശികയാണ്. കടമെടുപ്പിൻ്റെ അർഹത കേരളത്തിന് 7437.61 കോടിയുണ്ട്. അത് വെട്ടിക്കുറച്ച് 1838 ആക്കി. എന്ന് പറഞ്ഞാൽ കടമെടുക്ക് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് 5600 കോടി വേറെയും ഈ കേരളത്തിന് നഷ്ടമാണ്. ഈ നിലക്ക് 64,890 കോടിയുടെ വെട്ടിക്കുറവ് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ കേരളത്തിലുണ്ടായി എന്നുള്ള സത്യത്തെ ആർക്കാ നിഷേധിക്കാൻ വേണ്ടി കഴിയുക? പക്ഷേ ഇവർക്കിത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. എന്തുകൊണ്ട്? ഇവർ BJPയുടെ രണ്ടാം മുഖമാണ്. ഇവരുടെ താല്പര്യം കേരളത്തിലെ ജനങ്ങളല്ല, ഇവരുടെ താല്പര്യം കേരളത്തിലെ അധികാര കസേരയാണ്. അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ ഗവൺമെൻറ് മോശമാകണം, ഈ ഗവൺമെൻറ്റിൻ്റെ മുഖം മോശമാവണം. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പദ്ധതികളെല്ലാം നിർത്തിവെക്കണം. എന്നിട്ട് അതിൻ്റെ പേരിൽ കേരള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തി എങ്ങനെയെങ്കിലും അധികാര കസേരയിലെത്താൻ വേണ്ടി കഴിയുമോ എന്ന സ്വപ്നമാണ് അവർ കാണുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് കേരളത്തിന് തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ധനകാര്യമന്ത്രിയും പ്രസ്താവിച്ചതുപോലെ കേരളത്തിൽ ഒരു കാര്യവും നടക്കാതിരിക്കുന്നില്ല. ചില കാര്യങ്ങളിൽ അല്പം കുടിശ്ശിക വന്നു പോയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് തന്നെ UDF കാലത്തുള്ളതുപോലെ ഉണ്ടോ? 30 ലക്ഷം പേർക്ക് 18 മാസക്കാലത്ത് പെൻഷൻ കുടിശ്ശിക ഉണ്ടായതാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലം. ഇപ്പോൾ 64 ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത്. അല്പം കുടിശ്ശികയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നേരത്തെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ആകെ നമ്മുടെ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ വ്യത്യസ്ത മേഖലയിലുള്ള പെൻഷനുകൾക്ക് വേണ്ടിയിട്ട് 5 കൊല്ലക്കാലമുള്ള UDFൻ്റെ ഗവൺമെൻറ് ആകെ ചെലവഴിച്ച സംഖ്യയുടെ ഏതാണ്ട് 4 ഇരട്ടി സംഖ്യ കേരളത്തിൽ ഇതുവരെയുള്ള ഗവൺമെൻറ് ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളോട് ഇതൊന്നും പറയാൻ വേണ്ടി കഴിയാത്ത കേരളത്തിലെ പ്രതിപക്ഷം അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അഭ്യാസം എന്നതിനപ്പുറം ഇതിന് യാതൊരു വിലയും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും എന്ന് വിചാരിക്കുന്നില്ല. അതായത് പ്രതിപക്ഷത്തിൻ്റെത് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി മാത്രമാണ് CPIഎമ്മിന്റെ നിലപാട്. അങ്ങനെയാണ്. പ്രകാശ് മാസ്റ്റർ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ റോണി കെ ബേബി, ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കൊടുവിൽ അവിടെ സഭയിൽ നിന്നും ഭരണപക്ഷത്ത് നിന്ന് സംസാരിച്ചവർ പറഞ്ഞത് അത് തന്നെയാണ്. കേന്ദ്രത്തെ തൊടാതെ കേരളത്തെ പഴിച്ചുകൊണ്ട് കാലം പോക്കുകയാണ് നിങ്ങൾ. ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ പൊടിയിട്ടുകൊണ്ട് അടുത്ത ഇലക്ഷന് വിജയം കൈവരിക്കാമെന്ന് ഉള്ള ഒരു വ്യാമോഹം വച്ച് പുലർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കേരള സർക്കാരിനെതിരായ ഒരു വിരുദ്ധ മനോഭാവം നിങ്ങൾ പ്രകടമാക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം നോക്കൂ, 64,790 കോടി രൂപയുടെ കൃത്യമായ കണക്കുകൾ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ ഈ കൃത്യമായ കണക്കുകളിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ധനമന്ത്രി പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഈ ചർച്ച ബഹിഷ്കരിക്കുന്ന അവസ്ഥയിലെത്തി. അതായത് നിങ്ങൾക്കെതിരെ ഉയരുന്ന പൊളിറ്റിക്കൽ ആരോപണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ താല്പര്യത്തിനെതിരെ BJPക്ക് ഒപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് എന്നതാണ് നിങ്ങൾ ഉയരുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണം. നമുക്ക് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ തന്നെ ഈ പലതരത്തിലുള്ള കണക്കുകൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുന്നു 57,000 കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ട്. ഇപ്പോൾ ബഹുമാനോട് പ്രകാശൻ മാസ്റ്റർ കണക്ക് വന്നത് അത് 61,000 കോടിയിലേക്കായിരിക്കും. നമ്മൾ ഈ പറയുന്ന വലിയ ഭീമമായ തുക കേരളത്തിന് കിട്ടാനുണ്ട് എന്ന് പറയുന്നല്ലാതെ അതിനകത്ത് വാസ്തവപരമായിട്ട് എന്താണ് യാഥാർത്ഥ്യം? കാരണം ഇവിടെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളല്ലാതെ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തി അല്ലെങ്കിൽ ഒരു കേന്ദ്ര വിരുദ്ധ വികാരം ഉണ്ടാക്കി കോൺഗ്രസോട് കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് BJPയും കോൺഗ്രസിനെയും എല്ലാം പ്രതികളാക്കിക്കൊണ്ട് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം മാത്രമാണ് ശരി എന്ന് വരുത്തി തീർക്കാനുള്ള കൃത്യമായിട്ടുള്ള കണക്ക് പറയാം. ഇവിടെ കഴിഞ്ഞ 2023 ജൂലൈ മാസത്തില് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച ഒരു കത്തുണ്ട്. അതെല്ലാം ഇന്ന് ഒഫീഷ്യൽ ഡോക്യുമെന്റ്. നമുക്ക് ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ പറയുന്ന കണക്കുകളും അല്ല നമുക്ക് ചർച്ചകളിലോ അല്ലാതെ രാഷ്ട്രീയ പ്രസംഗത്തിലോ പറയുന്ന കണക്കുകളോ നമുക്ക് രാഷ്ട്രീയ പ്രസംഗത്തിൽ എത്ര വേണമെങ്കിലും കണക്കുകൾ പറയാം. റോണി കെ ബേബി, ഒരു സംശയം. നിയമസഭയിൽ ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് നിയമസഭാ രേഖകളിൽ വരുന്നതാണ്. അതിന് ആധികാരികതയില്ലേ? സംസ്ഥാനത്തിന്റെ ധനമന്ത്രി നിയമസഭയിൽ വെച്ച കണക്കാണ് ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇവിടെ അവതരിപ്പിച്ചത് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ആ കണക്കിലെ ഒരു പൊള്ളത്തരം മാത്രം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം. പ്രധാനമായിട്ട് GST കോമ്പൻസേഷന്റെ കാര്യം. GST ആക്ട് നിലവിൽ വന്നപ്പോൾ 5 വർഷത്തേക്കായിരുന്നു കോമ്പൻസേഷൻ. അത് കഴിഞ്ഞിട്ട് ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് GST ഗ്രോത്ത് 14% താഴെ വന്നെങ്കിൽ മാത്രമേ കോമ്പൻസേഷൻ നൽകുവാനായിട്ട് കേന്ദ്രത്തിന് ബാധ്യതയുള്ളൂ.
ഈ കറന്റ് ഇയർ, ഈ വർഷം കേരളത്തിന്റെ GST ഗ്രോത്ത് എത്രയാണെന്നറിയോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് അയച്ച കത്തിൽ പറയുന്നത് ഈ വർഷം തനത് വർഷം കേരളത്തിന്റെ GST ഗ്രോത്ത് എന്ന് പറയുന്നത് 20%. അപ്പോൾ 14% താഴെയുള്ള സ്റ്റേറ്റുകൾക്ക് മാത്രമേ, സംസ്ഥാനങ്ങൾക്ക് മാത്രമേ കോമ്പൻസേഷൻ നൽകുവാനായിട്ട് GST ആക്ടിൽ പറയുമ്പോൾ 20%. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ കോട്ട് ചെയ്ത് തന്നെ പറയുക. കേരളത്തിന്റെ GST സംവിധാനത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ റെപ്രസെന്റേറ്റീവ്സ് വരികയാണ്. ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ധനകാര്യമന്ത്രി പറയുന്നത് ഇതാ ഹരിയാനയിൽ നിന്ന് വന്നിരിക്കുന്നു. ഹരിയാനയിൽ 24% GST ഗ്രോത്ത്. അവരാണ് ഈ 20% GST ഗ്രോത്ത് ഉള്ള കേരളത്തിൽ വന്ന് പഠനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എത്രമാത്രം പൊള്ളയാണ് ഈ കണക്കിലെ കാര്യം. രണ്ടാമത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്റർക്ക് ഉൾപ്പെടെ അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് പാസ്സാക്കിയിരിക്കുന്ന നിയമമുണ്ട്, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ആക്ട്. അത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും പാലിക്കുവാൻ ബാധ്യസ്ഥമായിട്ടുള്ള നിയമമാണ്. ആ നിയമത്തിൽ പറയുന്നത് കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് GDP-യുടെ 29% കൂടാൻ പാടില്ല. ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്ന കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് 39%. നമ്മൾ ആ പരിധി എക്സീഡ് ചെയ്ത് പോയിരിക്കുന്നു. ആ പരിധി എക്സീഡ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം, ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗം, ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ടാണ് വരുന്നത്. കൈരളി TV അത് ഈ പറയുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ അത് ഒന്നുകൂടി കാണിക്കണം. അതിനകത്ത് പറഞ്ഞത് എന്താണെന്ന് അറിയോ? മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറയുന്നത് 14ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് അനുവദിച്ചിരുന്ന ഏകദേശം 3.2 എന്തോ തുകയാണ്. അതിൽ നിന്നും 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അതിനകത്ത് വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നു. ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള MP-മാർ അത് പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നു, ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ വിമർശനം ഉന്നയിക്കാതിരിക്കുന്നത്? അല്ലെങ്കിൽ കേരളത്തിന്റെ ഏത് വിഷയങ്ങളാണ്? ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതിനകത്ത് വളരെ കൃത്യമാണ്. കേരളത്തിന് വലിയ കൃത്യമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, കാരണം 5 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ സപ്ലൈകോയുടെ അവസ്ഥ നമുക്കറിയാം, ഉച്ചക്കഞ്ഞിയുടെ അവസ്ഥ. 5 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അത് വളരെ കൃത്യമായി നിയമസഭയിൽ അനാവരണം ചെയ്യപ്പെട്ട കാര്യമാണ്. ശ്രീ റോണി കെ ബേബി, ഞാൻ പറഞ്ഞത് കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷത എത്രമാത്രം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അല്ല, സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് സർക്കാർ പറയുന്നില്ല. കൃത്യമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. പക്ഷേ അതിന്റെ കാരണം പരിശോധിക്കുമ്പോൾ നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നു, അപ്പുറത്ത് ഇതിന് ഉത്തരവാദികളായ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോൾ പോലും റോണി സംസാരിക്കുമ്പോൾ പോലും കേന്ദ്രത്തെ പൂർണ്ണമായും വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്ന് ഇവിടെ ഉണ്ടാകുന്നത്. പി ചിദംബരവും അതുപോലെ സിദ്ധരാമയ്യയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കണക്കുകൾ പോലും ആക്സെപ്റ്റ് ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നതാണ് ഉയരുന്ന ഒരു വിമർശനം. ഞങ്ങൾ എവിടെ കേന്ദ്രത്തെ വെള്ളപൂശി എന്നാ പറയുന്നത്? ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി ഇന്ന് കേരള നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, 14ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് അനുവദിച്ചതിൽ നിന്നും 15ാം ധനകാര്യ കമ്മീഷൻ വെട്ടിക്കുറവ് വരുത്തിയ വിഷയം ബഹുമാനപ്പെട്ട UDF-ന്റെ കോൺഗ്രസിന്റെ MP-മാർ പാർലമെന്റിൽ ഉന്നയിച്ചതിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കേരളത്തിന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ അയച്ച കത്തിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ GST കോമ്പൻസേഷന്റെ കാര്യങ്ങൾ ഞാൻ അങ്ങിലേക്ക് വരാം. ഇവിടെ MP-മാർ, UDF-ന്റെ MP-മാർ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ശ്രീ M. ജയചന്ദ്രൻ, ഏത് സാഹചര്യത്തിലാണ് കേരളത്തിലെ UDF MP-മാർ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചത് എന്നത് നമ്മുടെ മുന്നിലുള്ളൊരു വസ്തുതയാണ്. അതായത് നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നു. അവിടെ കൃത്യമായി കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഓരോ മണ്ഡലത്തിലും ചെന്ന് എന്താണ് ജനങ്ങൾക്ക് നഷ്ടമാകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ഇതിനെതിരെ ഒരക്ഷരം പോലും UDF ഉരിയാടാത്ത അവസ്ഥയുണ്ടായി. ഇത് പക്ഷേ വലിയ സമ്മർദ്ദമായി UDF-ന് മേൽ വന്നപ്പോഴാണ് വളരെ വൈകിയാണെങ്കിലും UDF-ന്റെ MP-മാർ അവിടെ ഇത്തരത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ചെറിയൊരു പ്രമേയം അവതരിപ്പിക്കാൻ പോലും തയ്യാറായത്. അതല്ലേ നമ്മുടെ മുന്നിലുള്ള വസ്തുത. മാത്രവുമല്ല, ഈ കടമെടുപ്പിന്റെ കാര്യത്തിലൊക്കെ ഈ വർഷം അവസാന പാദത്തിലെ കടമെടുപ്പിൽ വെട്ടിയത് 5600 കോടി രൂപയാണ്. അർഹതപ്പെട്ടത് 7437 കോടി രൂപയായിരുന്നു. പക്ഷേ അനുവദിക്കപ്പെട്ടത് 1838. ഇങ്ങനെ ഈ കേന്ദ്ര അവഗണന തുടരുമ്പോൾ ഇതെല്ലാം സംസ്ഥാന സർക്കാർ വെറുതെ പറയുന്ന ചില വ്യാജ കണക്കുകളാണ് എന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ MLA-മാർ ഉൾപ്പെടെ ശ്രമിക്കുന്നത്. അതെ, ഇതില് പ്രകാശൻ മാസ്റ്ററും റോണി കെ ബേബിയും രണ്ടുപേരും ഒരുപാട് കണക്കുകൾ ഇവിടെ പറഞ്ഞു. പോരാത്തതിന് നീലിമയും കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കണക്കുകളുടെ ഒരു ധാരാളിത്തത്തിലേക്ക് പോകുന്നതിന് പകരം മറ്റ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്
നിലനിൽക്കുന്നത് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിലിമ, ഇപ്പൊ ഇദ്ദേഹം കോൺഗ്രസ് പ്രതിനിധി ശ്രീ റോണി കെ ബേബി പറഞ്ഞതിൽ വലിയ ഒരു ഈ സംസ്ഥാന വിരുദ്ധത, കേരള വിരുദ്ധത ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മള് ഈ ഡിസംബർ 14 കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ എതിരെ ഒരു ഹർജി ഫയൽ ചെയ്യുന്നുണ്ട്. അതാണല്ലോ 2 ദിവസം മുമ്പ് എന്താണ് നിങ്ങൾക്ക് മറുപടി തരാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന് സുപ്രീം കോടതി ചോദിക്കുകയും പിന്നെ കുറച്ച് സമയം കൂടെ തരണം എന്ന് സോളിസിറ്റർ ജനറൽ ആണ് ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതിയിൽ. സോളിസിറ്റർ ജനറൽ ഒരു കാര്യം സ്വല്പം കൂടെ സമയം തരണം ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടാണ് 2 ആഴ്ചക്ക് അകം ഫൈനലായിട്ട് ഇതിന്റെ കാര്യം യൂണിയൻ ഗവൺമെന്റിന് പറയാനുള്ളത് കൃത്യമായി പറയണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് കേരളത്തിന്റെ വാദം? ഇത് മാത്രം ശ്രീ റോണി കെ ബേബി ഉൾപ്പെടെ KPCCയുടെ മുഴുവൻ ആൾക്കാരും, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അടക്കം അത് മാത്രം പരിശോധിച്ചാൽ മതി തന്നെ. കാരണം സുപ്രീം കോടതിയിൽ ഇപ്പൊ താങ്കൾ പറയുന്നത് ശരിയാണ് എങ്കിൽ സുപ്രീം കോടതി കേസ് എടുക്കുകയേ ഇല്ല. താങ്കൾ പറയുന്നതാണ് ശരിയെങ്കിൽ ശ്രീ റോണി കെ ബേബി, അത് സുപ്രീം കോടതി കേസ് അതിന്റെ വരാന്തയിൽ പോലും നിൽക്കില്ല, കേരളത്തിന്റെ കേസ്. പക്ഷെ അതല്ലല്ലോ ചെയ്തത്. സോളിസിറ്റർ ജനറൽ, ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അപേക്ഷിക്കുകയാണ് ഒരു അല്പം കൂടെ സമയം തരണം. എന്തിന്? യൂണിയൻ ഗവൺമെന്റിന്റെ അഫിഡവിറ്റ് സമർപ്പിക്കാനായിട്ട്, ഇക്കാര്യത്തിൽ കേരളം പറഞ്ഞിട്ടുള്ളതിനെ സംബന്ധിച്ചുള്ള അഫിഡവിറ്റ് കൊടുക്കാനായിട്ട്. അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. കേരളം പറഞ്ഞതിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള സീരിയസ് ഇഷ്യൂസ് അതിലുണ്ട് എന്നത് മാത്രമാണ് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം. അതല്ലേ കാണേണ്ടത്. എന്താണ് കേരളം പറഞ്ഞതിൽ? ആ കേസിൽ എന്താണ് കേരളം പറഞ്ഞിട്ടുള്ളത്? കേരളത്തിന്റെ, സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി അടക്കമുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് ഇല്ല എന്ന് സുപ്രീം കോടതി വ്യാഖ്യാനിക്കണം. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതിയിൽ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ മറച്ചു പിടിക്കുന്നത്? അതിന് പകരം കളവ് പറയുന്നത് എന്തിനാണ്? ചാനൽ ഫ്ലോറിൽ നിന്നും നിയമസഭയിൽ നിന്നും കളവ് പറയുന്നത് എന്തിനാണ്? കേരളം, സംസ്ഥാന സർക്കാർ, കേരളം ഭരിക്കുന്ന സർക്കാർ, അത് ഏത് മുന്നണിയിലും ആയിക്കോട്ടെ, ഭരിക്കുന്ന സർക്കാർ കേരളത്തിലെ സർക്കാരാണല്ലോ. ആ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോകുന്നു. ആ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ച് കേന്ദ്ര സർക്കാരിനോട് അഫിഡവിറ്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു, കൊടുക്കുന്നില്ല. ആ നിലയിലായപ്പോഴാണ് ശകാരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ യൂണിയൻ ഗവൺമെന്റിന് വേണ്ടി പറയുകയാണ് ഞങ്ങൾക്ക് അത്ര സമയം തരണം. ഇത് മാത്രം പോരെ നിങ്ങൾ പറയുന്നത് കളവാണ് എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രം പോരെ ശ്രീ റോണി കെ ബേബി? അതാണ് പ്രശ്നം. ഇനി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അല്പം മാത്രമേ ഞാൻ പോകുന്നുള്ളൂ, അല്പം മാത്രം. കാരണം ഇത് നമ്മുടെ ഒരു ചാനൽ ചർച്ചയാണല്ലോ, എല്ലാവർക്കും അവസരം വേണമല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ. എന്താണ് ഇവര് പറയുന്നത്? ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(3), 294 എന്നിവയുടെ പേരിൽ ഇല്ലാത്ത അധികാരമാണ് സംസ്ഥാനത്തിന് നേരെ, കേരളത്തിന് നേരെ ഈ യൂണിയൻ ഗവൺമെന്റ് പ്രയോഗിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. ആ വിമർശനം സുപ്രീം കോടതി ചർച്ചയ്ക്കെടുത്ത് വ്യാഖ്യാനിച്ച് ഉത്തരവ് നൽകണം യൂണിയൻ ഗവൺമെന്റിന്. ഇതാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ആർട്ടിക്കിൾ 162, 199, 202, 204, 266, 298, 7ാം ഷെഡ്യൂളിലെ സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി 43 എന്നിവ ഇക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടാൻ അധികാരമില്ല എന്നുള്ള വിവരം ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ പറഞ്ഞ ആർട്ടിക്കിളുകളെല്ലാം. അതുകൂടെ പരിഗണിച്ച് വേണം ഉത്തരവ് തരാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സംസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യൂണിയൻ ഗവൺമെന്റ് കോടതിയെ പോലും ഈ പരോക്ഷമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് മറുപടി കൊടുക്കാൻ താമസിപ്പിക്കുന്നത്. കേരളം അതുകൊണ്ട് അടങ്ങിയിരിക്കുന്നില്ല. ഇത് സാധാരണ പ്രതിപക്ഷം പറയുന്നത് പോലെ കേരളത്തിലെ പ്രതിപക്ഷം എപ്പോഴും പറയുള്ളൂ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. അങ്ങനെയല്ല ഇവിടെ ഗവൺമെന്റ് ചെയ്തത്. ഗവൺമെന്റ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന് പറഞ്ഞത് ചെയ്യാൻ വേണ്ടി തന്നെയാണെന്നുള്ളതാണ് നമ്മൾ പൊതുസമൂഹം ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി ഒരു അന്വേഷണം നടത്തുമ്പോൾ ബോധ്യമാകുന്നത്. നിയമപരമായി ചോദ്യം ചെയ്ത് നേരിടുന്നത് എങ്ങനെയാണ്? സുപ്രീം കോടതിയിലേക്ക് പോയി. ഇനി രാഷ്ട്രീയമായി എങ്ങനെയാണ് നേരിടുന്നത്? അതിനാണ് ഫെബ്രുവരി 8 സമരം. ആ സമരത്തിന് സമ്മേളനം എന്നാണ് പറഞ്ഞത്. ഇന്നും മുഖ്യമന്ത്രി ഫ്ലോറിൽ പറഞ്ഞല്ലോ, സഭയിൽ പറഞ്ഞല്ലോ ഞങ്ങൾ സമ്മേളനമല്ല നടത്തുന്നത്. ധനമന്ത്രി പറഞ്ഞല്ലോ സമരമാണ്. പ്രഗത്ഭർ അഭിസംബോധന ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് സമരമാണ്. അതിന്റെ വ്യക്തമായ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ നിയമപരമായും രാഷ്ട്രീയമായും കേരളം
ഗവൺമെന്റ് എന്ന നിലയിൽ തന്നെ ഈ വിഷയം നമുക്ക് നേരിടേണ്ടി വരുന്ന വിവേചനങ്ങൾ, നമ്മളോട് കാണിക്കുന്ന സാമ്പത്തിക ആക്രമണം, അതാണ് യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത്. കേരളത്തിന് നേരെ സാമ്പത്തിക ആക്രമണമാണ് യൂണിയൻ ഗവൺമെന്റ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ഡ്യൂസിബിൾ പൂളിന്റെ കാര്യം അടക്കമുള്ള ഈ GST നഷ്ടപരിഹാരത്തിന്റെ തുക കിട്ടാൻ അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ പ്രകാശൻ മാസ്റ്ററുടെ വ്യക്തമായി സൂചിപ്പിച്ചു. മറ്റൊന്ന്, ശ്രീ റോണി കെ ബേബി അംഗീകരിക്കാതെ പോയാലും ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവും കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ എന്താണ് പറയുന്നത്? 1,30,000 കോടി രൂപയാണ് കേന്ദ്രം കർണാടകത്തിന് തരാനുള്ളത് വിവിധ ഇനങ്ങളിൽ. ഇത് തരുന്നില്ല. ഈ നഗ്നമായ വിവേചനം അവസാനിപ്പിക്കണം അദ്ദേഹം പറയുകയാണ്. അത് തന്നെ പറയുകയാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ആയിരുന്ന തമിഴ്നാട്ടുകാരനായ P. ചിദംബരം ഇതേ വാദം ആവർത്തിക്കുകയാണ്. ഇതൊന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രം നേരം വെളുത്തിട്ടില്ല. എന്ത് കഥയാണിത്? ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടോ? ഞാൻ പറഞ്ഞ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. ഞാൻ രാഷ്ട്രീയം പറയാനിരിക്കുന്നു ഇവിടെ. സിദ്ധരാമയ്യ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ തന്നെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. P. ചിദംബരം പറഞ്ഞ കാര്യം നോക്കൂ. കർണാടക ഗവൺമെന്റ് രൂപീകൃതമായിട്ട് തന്നെ കോൺഗ്രസ് ഗവൺമെന്റ് രൂപീകൃതമായിട്ട് തന്നെ വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോഴാണ് സിദ്ധരാമയ്യ പറയുന്നത് 1,30,000 കോടി രൂപയുടെ വിഹിതം കേന്ദ്രം പല ഇനങ്ങളിലായി തരാനുണ്ട് എന്ന്. കേരളത്തിൽ 57,000 കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കുകയാണ്. ഈ സിദ്ധരാമയ്യ പറയുന്നത് പോലും മുഖവിലക്കെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്ന ഒരു വലിയ രാഷ്ട്രീയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇതിന്റെ അകത്തൊരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജയേന്ദ്രൻ മാഷ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞത് കേരളം സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചു, കേരളം കൊടുത്ത ആ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ആ ഫയലിൽ സ്വീകരിച്ചു എന്നതിന്റെ അർത്ഥം കേരളം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെ കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായി സുപ്രീം കോടതി അംഗീകരിച്ചു എന്നാണോ? അല്ല. കാരണം ഒരു കക്ഷിയായ കേരളം കേസിലേക്ക് ഹർജി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും മറുകക്ഷിയായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ആ കേന്ദ്ര ഗവൺമെന്റിനോട് അഫിഡവിറ്റ് അല്ലെ സത്യവാങ്മൂലം എത്രയും പെട്ടെന്ന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണല്ലോ ഒരു കേസ് എന്ന് പറയുന്നത്. ഒരു കക്ഷി ഹർജി സമർപ്പിക്കുന്നു, എതിർകക്ഷി ഹർജി. അപ്പോൾ അതിനകത്ത് നമ്മളിതിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് പോകാൻ എത്താറായിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്രം ഞാനൊരു കാര്യം പറഞ്ഞോളൂ. അല്ല, ശ്രീ റോണി കെ ബേബി വഴങ്ങുമെങ്കിൽ മാത്രം താങ്കൾ പറഞ്ഞോളൂ. ഉണ്ട് അല്ലെ? അങ്ങ് സംസാരിക്കൂ. അതാണല്ലോ ഒരു ജനാധിപത്യം. അങ്ങ് സംസാരിക്കൂ. താങ്കൾ കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് മാത്രം കേട്ടോ. പിന്നെ വിജിലൻസ് കോടതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി എക്സാലോജിക്കിനെ എങ്ങനെയാണ് അത് വരാന്റെ പോലും നിൽക്കാൻ അർഹതയില്ലാതെ മാറ്റിവെച്ചത്? ഹൈക്കോടതിയില് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇതിനകത്ത് നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറയുന്നത്? നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. കഴിഞ്ഞ ആഴ്ച ചോദിച്ചത് 29-ാം തീയതി. അതെ, അതങ്ങനെ നിൽക്കട്ടെ. റോണി കെ ബേബി, ഇതാണ് അവസ്ഥ. അതായത് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു കേസാണ് എങ്കിൽ സുപ്രീം കോടതി അത് ഹർജി ഫയലിൽ സ്വീകരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുമോ? അല്ല, തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണല്ലോ. ഒരു ഹർജി സമർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചും കേരളം പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനമാണ്, അല്ലാതെ ഒരു വ്യക്തിയല്ല സുപ്രീം കോടതിയെ സമീപിച്ച് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളം ഒരു കേസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനോട് മറുവാദം കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വരട്ടെ, അതിന്റെ വാദങ്ങളും ഒക്കെ മുന്നോട്ട് പോട്ടെ. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വളരെ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞോളൂ. ഞാനിവിടെ കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ഒരിക്കലും കേന്ദ്ര സർക്കാരിന് വെള്ളം പൂശാനല്ല. ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിന്റെ ഒരു കാരണം മാത്രമാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന. അല്ലാതെ ഈ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ ഉത്തരവാദി എന്ന് പറയുന്നത് കേന്ദ്രമാണ്. കേന്ദ്രത്തിന്റെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് കേരള സർക്കാർ സേഫാണ്, അല്ലെ കേരള സർക്കാർ ചെയ്യുന്നത് എല്ലാം ശരിയാണ്, ഉത്തരവാദിത്തത്തിൽ നിന്ന് കേരള സർക്കാർ ഒളിച്ചോടുന്നു, ഒഴിഞ്ഞു മാറുന്നു. ആ ഒരു യാഥാർത്ഥ്യത്തിൽ നമുക്ക് മൂടിവെക്കാൻ കഴിയില്ല. കേരള സർക്കാരിന്റെ വീഴ്ചകൾ അല്ലെ ഈ വിഷയത്തിൽ എന്താണോ കേരള സർക്കാരിന് ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് റിപ്പോർട്ടുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഒരു ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. നികുതി വരുമാനത്തിന്റെ വാർഷിക വളർച്ചാ നിരക്കിൽ ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കും. നമുക്ക് എവിടെ നിന്നാണ് ഇൻകം ഉണ്ടാകുന്നത്? നമുക്ക് കേന്ദ്രത്തെ മാത്രമായി ആശ്രയിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ ജയേന്ദ്രൻ മാഷ് പറഞ്ഞ പോലെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു ഫിസ്ക്കൽ ഫെഡറലിസം നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ. അല്ലാതെ അമേരിക്കയിലെ പോലെ സംസ്ഥാനങ്ങൾ പൂർണ്ണമായി സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സംവിധാനമല്ല.
കാരണം നമ്മുടെ വരുമാനത്തിന്റെ ഒരു വലിയ പങ്കും എന്ന് പറയുന്ന കേന്ദ്രം. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഈ പറയുന്ന കേരളത്തിന് മാത്രമായി നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കാരണം വളരെ കൃത്യമായി തന്നെ പറയുന്നത് ഇന്ത്യ ഈസ് എ യൂണിറ്ററി സ്റ്റേറ്റ് വിത്ത് ഫെഡറൽ ബയാസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് യൂണിറ്ററി ആണ്. ഇപ്പോൾ സ്വാഭാവികമായും നമ്മള് ഇതാണ് ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ. കേന്ദ്ര ധനകാര്യമന്ത്രി, ഞാൻ എൻ്റെ അത് രാഷ്ട്രീയമായിട്ടല്ല സംസാരിക്കും, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ നവംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പത്രസമ്മേളനം നടത്തി. ഇന്ന കാര്യങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാനത്ത് തരേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുവാനായിട്ട് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് അപ്പുറം എന്ന നിലയിൽ ഈ പറയുന്ന കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്നതാണ് കേന്ദ്ര സംസ്ഥാനത്തിന് ഞാൻ ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്. 10 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു 10 ഘടകങ്ങൾ എടുത്താൽ അതിൽ ഒരു ഘടകം മാത്രമേ കേന്ദ്ര അവഗണനയാവുന്നുള്ളൂ. അതിനെതിരെ ഞങ്ങൾ ശക്തമായി തന്നെ ഞങ്ങൾ ഈ പറയുന്ന ശരി, അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ശ്രീ പ്രകാശ് മാസ്റ്റർ, താങ്കൾ പറഞ്ഞ ഈ പോയിന്റ് ഒന്ന് ചർച്ച ചെയ്തിട്ട് ഒരു സെക്കൻഡ് കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ നീട്ടുമ്പോൾ, ഒരു വിരൽ ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ 4 വിരലുകൾ ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഉന്നയിക്കും. കാരണം ഇതിനകത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് പറയുന്നത്. ശ്രീ പ്രകാശ് മാസ്റ്റർ, സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിക്ക് 10 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഘടകം മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇവർ പറയുന്നത് നിർമ്മലാ സീതാരാമൻ ഇവിടെ രാഷ്ട്രീയ പ്രസംഗവേദിയിൽ നടത്തിയ ചില കണക്കുകളാണല്ലോ. ആ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഈ രാഷ്ട്രീയ ചർച്ചയിലുടനീളം ഈ സംസ്ഥാനത്തിന്റെ പ്രതിസന്ധി വരച്ചു കാട്ടുന്നത് കേരളത്തിന്റെ ഒരു പിടിപ്പുകേട് എന്ന രീതിയിലാണ്. അങ്ങനെയാണ് യാഥാർത്ഥ്യമെങ്കിൽ സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തു, സംസ്ഥാനം കേസ് ഫയൽ ചെയ്തു. അതിനൊരു നോട്ടീസ് കൊടുക്കാൻ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ ആ നോട്ടീസിന് മറുപടി കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ലേ? ഇത്രയും താമസമൊക്കെ എന്തിനാണത്? വളരെ കൃത്യമായൊരു കണക്ക് കേന്ദ്രത്തിന് മുന്നിലുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ഇത്രയ്ക്കൊരു ഇങ്ങനെ വൈകിപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന ശത്രുതാപരമായ അവഗണനയിൽ അതിൽ എ ടീമാണ് BJP എങ്കിൽ ബി ടീം UDF ആണ്. ഇപ്പോൾ റോഡി കെ ബേബി പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ അഭിപ്രായമാണോ? പല കാര്യങ്ങളിലും അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് GST കോമ്പൻസേഷൻ 5 വർഷം കൊണ്ട് അവസാനിപ്പിക്കണം, അത് നീട്ടാൻ പാടില്ല. ആ നിലപാടല്ലല്ലോ AICCക്ക്. ഇവിടെ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് ഉൾപ്പെടെ നേരത്തെയുള്ള കോൺഗ്രസിൻ്റെ എല്ലാ ഗവൺമെൻറ്റുകളും GST കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ രാജ്യത്തുള്ള മൊത്തം വരുമാനത്തിൻ്റെ 62.4% കേന്ദ്രത്തിനും ചെലവിൻ്റെ 62.7% സ്റ്റേറ്റുകൾക്കുമാണ്. ഇത് അനീതിയാണ്, ഇത് മാറ്റണമെന്ന് ചിദംബരം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും കടം സംബന്ധിച്ച് കടം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം BJPയുടെ ഗവൺമെൻറ്റുകൾ വരെ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് കൊണ്ടുവന്നത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നു മുതൽ ഇങ്ങോട്ട് സംസ്ഥാനങ്ങൾക്ക് GSDPയുടെ ഇത്ര ശതമാനം മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥ വന്നത്. എന്നാൽ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇന്ത്യയിലുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും 3.5% ഉള്ളപ്പോൾ കേരളത്തിന് 3% മാത്രമേ പാടുള്ളൂ. ഇവിടെ KSEBയെ സ്വകാര്യവൽക്കരിക്കുന്നില്ല എന്ന് കാരണം പറഞ്ഞ് അത് വെട്ടിച്ചുരുക്കുകയാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഓഫ് ബജറ്ററി ആയിട്ടുള്ള ലോണുകൾ സാധാരണ ലോണിൻ്റെ പരിധിയിലല്ല. ഇവിടെ ബജറ്റേതര കടങ്ങളെല്ലാം ബജറ്റിൻ്റെ കടത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ട് നമ്മുടെ വിഹിതം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 5000 കോടിയിലേറെ വെട്ടിക്കുറച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്. അതിനോട് ന്യായമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് ബാധ്യതയില്ലേ? പിന്നെ ഇവിടെ ഈ ഡിവിസിബിൾ പൂളിൻ്റെ ശതമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ അത് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലുള്ള മൊത്തം കേന്ദ്ര വരുമാനത്തിൽ 88% ഡിവിസിബിൾ പൂളാണ്. ഇപ്പോഴാവട്ടെ അത് കേവലം 78.4%. അത് പിന്നെ കുറഞ്ഞു എങ്ങനെ കുറക്കുന്നത്? സെസ്സും അതുപോലെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അത് കേന്ദ്ര താഴേക്ക് കൊടുക്കേണ്ടതില്ലാത്ത സ്റ്റേറ്റുകൾക്ക് സെസ് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പിന്നെ അതുപോലുള്ള മറ്റ് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. അത് കൊടുക്കുക സർചാർജ് സെസ് ഇത് വർദ്ധിപ്പിക്കും. നേരത്തെ 15% മതി 30%. അത് വർദ്ധിപ്പിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടല്ലോ. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെല്ലാം അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കേന്ദ്രം കേരളത്തോട് മാത്രമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ സ്റ്റേറ്റുകളോട് കാണിക്കുന്ന ഈ വിവേചനം അത് AICCക്ക് പിന്നെ വ്യക്തമായ ധാരണയുണ്ട്. ഖാർഗെ അക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെല്ലാം അക്കാര്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഉന്നയിക്കാത്ത 2 ആളുകൾ കേരളത്തിലെ KPCC അധ്യക്ഷനും കേരളത്തിലെ പ്രതിപക്ഷ നേതാവുമാണ്. ഇപ്പോൾ റോണി കെ ബേബി അത് ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലപാടുകൾ തുറന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങളതുകൊണ്ടാണ് പറയുന്നത് ഇത് കേരളത്തോടുള്ള ശത്രുതാപരമായ നിലപാടിന് ചൂട്ടുപിടിക്കലാണ്.
ഇത് കേരളത്തെ അന്യായമായി സമീപിക്കുന്ന BJPക്ക് സഹായം ചെയ്യലാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്ന വിഹിതം എന്ന് പറഞ്ഞാൽ അത് ആർക്ക് കിട്ടുന്ന വിഹിത? മുഖ്യമന്ത്രി കിട്ടുന്ന വിഹിതമാണോ? മന്ത്രിമാർക്ക് കിട്ടുന്ന വിഹിതമാണോ? ഇവിടെ റോണി കെ ബേബി അടക്കമുള്ള കേരളത്തിലെ സകല ജനങ്ങൾക്കും അവർക്കെല്ലാം കിട്ടേണ്ട വിഹിതമല്ലേ ഈ സംഖ്യ? അത് തരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തരാൻ വേണ്ടി നിൽക്കണ്ടേ കേരളത്തിലാരും? ഇവിടെ കേരളത്തിലെ 18 MP ഞാൻ ചോദിക്കട്ടെ, ഇത്രമാത്രം അന്യായം ഉണ്ടായിട്ട് ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു സബ്മിഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷങ്ങൾ നടത്തിയോ? 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിഷയങ്ങൾ വെച്ചുകൊണ്ട് എല്ലാ MP ഒപ്പിട്ട് കേന്ദ്രത്തിന് നിവേദനം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 2 തവണയും ഒപ്പിട്ടോ? ഇവിടെ പ്രതിപക്ഷ MLA MP മാത്രം ഒപ്പിട്ടിട്ടല്ലേ ആ നിവേദനം കൊടുത്തത്? നവകേരള സദസ്സിൽ കേരളത്തിൻ്റെ കൂടെ അവരില്ല. ഇനിയിപ്പോൾ കേന്ദ്രവിരുദ്ധ സമരത്തിൽ കേരളത്തിൻ്റെ കൂടെ അവരില്ല. എന്തിന് നിവേദനം കൊടുക്കാൻ വേണ്ടി പോലും ഒപ്പിടാത്ത ആളുകൾ എന്തു കേരളത്തിന് MP എന്നാണ് പറയുക? അതാണ് ഞാൻ പറഞ്ഞത്, ഇത് BJPയുടെ രണ്ടാം മുഖമാണ്. കേരളത്തെ ശത്രുതാപരമായിട്ട് സമീപിക്കുന്ന BJPക്ക് എല്ലാ സഹായവും നൽകുന്ന ഒരു പങ്കാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ UDFന് MP ചെയ്യുന്നത്. UDF ചെയ്യുന്നത് പക്ഷേ അതവർ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ. പിന്നെ നികുതി വരുമാനം കേരളത്തിൽ കുറവാണെന്ന് ആരാ പറഞ്ഞത്? RBI റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച വന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നികുതി വരുമാനം ഇന്ത്യയിൽ റവന്യൂ വരുമാനം ഈ കഴിഞ്ഞ കൊല്ലം ഏറ്റവും ഏറെ കൂടിയ സ്റ്റേറ്റ് കേരളമാണ്. കണക്കുകൾ വെച്ച് കാണാൻ വേണ്ടി കഴിയും. 2021 കേരളത്തിന് നികുതി വരുമാനം 47,662. 21-22 അത് 58,341 കോടിയായി. 22.4% വർധന. കഴിഞ്ഞ കൊല്ലം അത് 71,968 കോടിയാണ്. 28.36% വർധന. ഇതെല്ലാം നിയമസഭയിൽ വെച്ച കണക്കല്ലേ? ഇതെല്ലാം പബ്ലിക് ഡോക്യുമെൻ്റ് അല്ലേ? നികുതി വരുമാന വർധനയിൽ കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഏറ്റവും കൂടുതലാണ് ഈ കഴിഞ്ഞ കൊല്ലത്തെ വർധന. കുടിശ്ശിക ഭരിക്കുന്നതിൽ കഴിഞ്ഞ 8 കൊല്ലത്തിൽ ഏറ്റവും ഏറെയാണ് ഈ കേരളത്തിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ നില. ഇനി ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിലോ കേന്ദ്ര ഗവൺമെൻറ്റിന് 6.5 കേരളം 8. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇന്ത്യയിലെ ആളോഹരി വരുമാനം. ഇന്ത്യയിൽ ഇപ്പോൾ ലോകത്ത് പരിശോധിക്കുമ്പോൾ 142ാമത്തെ രാജ്യം ഇന്ത്യ ആളോഹരി വരുമാനത്തിൽ. ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ് എന്ന് പറഞ്ഞ് വേറെ ആരുമല്ല, നിതി ആയോഗാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ട് നിതി ആയോഗ്. ധനകാര്യ മാനേജ്മെൻറ്റിൽ കേരളം മികച്ചതാണ്. റവന്യൂ വരുമാനം വർദ്ധിച്ചു, കുടിശ്ശിക വരി വർദ്ധിച്ചു, വരുമാനം വർദ്ധിപ്പിച്ചു, അതുപോലെ ഉൽപ്പാദനവും വമ്പിച്ച വർധനമുണ്ടായി. ഒരു കാര്യത്തിലും കേരള ഗവൺമെൻറ് മാനേജ്മെൻറ്റിൽ ഒരു കുഴപ്പമുണ്ടാക്കിയെന്ന് മാത്രമല്ല മികച്ച പ്രകടനമാണ്. നമുക്ക് പ്രശ്നം നേരിടുന്നത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ചിറ്റമ്മ നിലപാടാണ്. നമ്മുടെ വരുമാനം കുറക്കാൻ, ധനപ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. അതിന് കാറ്റ് വീശുക, ഇതാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ് ചെയ്യുന്നത്. അവർ ആ നിലപാട് മാറ്റണമേ എന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരടക്കം ആഗ്രഹിക്കുന്നത്, അവർ അഭ്യർത്ഥിക്കുന്നത്. അവർക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അത് അവർക്ക് നല്ലത്, കേരളത്തിനാകെ നല്ലത്. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശ്രീ റോണി കെ ബേബി, GST വിഷയത്തിലടക്കം ദേശീയ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നത് എന്നത് വളരെ കൃത്യമാണ്. അങ്ങ് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു ഇതിപ്പോൾ 5ാമത്തെ വർഷമാണ്, ഇനി GST നഷ്ടപരിഹാരം തുടരുന്നൊരവസ്ഥ ഉണ്ടാകില്ല എന്ന്. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം P. ചിദംബരം വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത് GST 2 എന്നത് അടുത്ത പാർലമെന്റ് ഇലക്ഷനിലെ അവരുടെ ഒരു വലിയ മുദ്രാവാക്യമായി മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി GST 2 മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദേശീയ തലത്തിലും അതുപോലെ മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അവരെടുക്കുന്ന നിലപാടിന് വിരുദ്ധമായിക്കൊണ്ടുള്ളൊരു നിലപാട് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നത്? ഈ ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ എല്ലാ മേഖലയിലും കേരളം സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നിലാണല്ലോ. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി പിന്നെ നമുക്ക് ഉണ്ടാകുന്നത്? ഞാൻ ഒരു കാര്യം മാത്രം ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ. 2022 CAG നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ എന്താ പറയുന്നറിയോ? കേരളത്തിൽ പിരിഞ്ഞു കിട്ടുവാനുള്ളത് 21,797 കോടിയാണ്. അതായത് റവന്യൂ വരുമാനത്തിന് 23.33% നമുക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത്. അത് 4/1 എന്ന് പറയുന്നത് നമുക്ക് നികുതിയായി നമുക്ക് പിരിഞ്ഞു കിട്ടാനുള്ള തുകയാണ്. അതുപോലെ തന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ വലിയ രീതിയിൽ പിന്നെ സ്വാധീനമുള്ള ഒന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ, ഞാൻ ഒരു കണക്ക് മാത്രം, നമുക്കെല്ലാം അറിയാം സ്വർണത്തിന്റെ കാര്യം, ഞാൻ ഒരു ഉദാഹരണം മാത്രം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വർണത്തിന്റെ കൺസംഷൻ ഉള്ള, ഏറ്റവും അധികം സ്വർണം വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന സ്വർണത്തിന്റെ 28% എന്ന് പറയുന്നത് കേരളത്തിലാണ് വിറ്റഴിക്കപ്പെടുന്നത്. ഞാൻ ഒരു കണക്ക് മാത്രം, 2017 1 ഗ്രാം സ്വർണത്തിന്റെ വില 2,750 ആയിരുന്നു. നമുക്ക് 2017 നമുക്ക് പിരിഞ്ഞു കിട്ടിയ നികുതി എന്ന് പറയുന്നത് 629 കോടിയായിരുന്നു.
2024 വരുമ്പോൾ ഇന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് 5500 നേരെ ഇരട്ടിയായിരിക്കും. 2750 5500. പക്ഷെ നമുക്ക് സ്വർണത്തിലുള്ള നമ്മുടെ നികുതി 629 കോടിയിൽ നിന്നും 560 കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരിക്കും സത്യസന്ധമായി വിലയിരുത്തിയാൽ ഏകദേശം ഒരു 20,000 കോടിയോളം രൂപ ഈ സ്വർണത്തിൽ നിന്ന് തന്നെ നികുതിയായിട്ട് നമുക്ക് പിരിഞ്ഞു കിട്ടാനുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ആ സ്വർണത്തിന്റെ ഇവിടെ നമുക്ക് നികുതിയായിട്ട് നമുക്ക് പിരിഞ്ഞു കിട്ടാൻ കഴിയുന്നില്ല? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വാറ്റ് സംവിധാനത്തിൽ നിന്നും GST സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ കേന്ദ്രത്തെ വിമർശിക്കുവാൻ ധാർമ്മിക അവകാശമുണ്ട്. കാരണം അവരൊക്കെ അവരുടെ ഇന്റേണൽ സ്ട്രക്ചറുകൾ റീസ്ട്രക്ചർ ചെയ്തു. ഈ പറയുന്ന ഈ വാറ്റ് സംവിധാനത്തിൽ നിന്ന് GST മാറ്റി. അപ്പോൾ അവർക്ക് കിട്ടാനുള്ള അനീതി അല്ലെ ഈ ഞാൻ വളരെ കൃത്യമായി തന്നെ ഞാൻ കേന്ദ്രത്തെ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. GST ആക്ട് ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്ററിനും ജയേന്ദ്രൻ മാഷിനും ഒക്കെ കൃത്യമായിട്ട് GST ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട് 14% താഴെയാണ് GST ഗ്രോത്ത് എങ്കിൽ മാത്രമേ കോമ്പൻസേഷൻ കൊടുക്കുവാനുള്ള ബാധ്യത. ഇതെല്ലാം നിയമമാണ്. സുപ്രീം കോടതിയിലേക്ക് പോട്ടെ. ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാഷ് പറഞ്ഞ സുപ്രീം കോടതി അത് വാദങ്ങളിലേക്ക് പോട്ടെ. സുപ്രീം കോടതി കൺക്ലൂഷൻ വരട്ടെ. സുപ്രീം കോടതി മുമ്പിൽ വരാൻ പോകുന്നത് ഇന്ത്യയിലെ 2 നിയമങ്ങളാണ്. ഒന്ന് GST ആക്ട്, 2 ഞാൻ പറഞ്ഞ പോലെ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി. സ്വർണത്തിന്റെ കാര്യത്തിൽ ശ്രീ റോണി കെ ബേബി, ചില യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഈ GST വരുന്നതിന് മുമ്പ് 5% വാറ്റിലെ സാധാരണ നികുതി നിരക്ക്. GST വന്നപ്പോൾ സംസ്ഥാനത്തിന്റെ വിഹിതം 1.5% മാത്രമാണ്. നമുക്കറിയാം കൃത്യമായി ഇവിടെ ഈ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ ഒരു സീപോർട്ട് കേന്ദ്രീകരിച്ചുമൊക്കെ ഈ സംസ്ഥാനത്തേക്ക് വൻതോതിൽ കള്ളക്കടത്ത് സ്വർണം ഒഴുകുന്നുണ്ട് എന്നത് നമ്മുടെ മുന്നിലുള്ള കൃത്യമായ കണക്കുകളുണ്ട്. അവിടെ കസ്റ്റംസും എയർപോർട്ടിൽ നിന്ന് പിടികൂടാത്ത എത്രയോ കിലോ കണക്കിന് സ്വർണം നമ്മുടെ പോലീസ്, നമ്മുടെ വിൽപ്പന നികുതി വിഭാഗം അവരെല്ലാം ചേർന്ന് റെയ്ഡ് നടത്തി പിടിച്ചിട്ടുണ്ട്. ഈ കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. സ്വർണ്ണക്കടകളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ റെയ്ഡ് നടത്തി 1000 കോടി രൂപയോളം സമാഹരിക്കാൻ, അത്തരത്തിൽ അധിക വരുമാനം സമാഹരിക്കാനൊക്കെ കഴിഞ്ഞൊരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഈ സ്വർണ്ണ മേഖലയിലെ ഈ വരുമാനം കൃത്യമല്ല എന്നൊക്കെ പറയുന്നതിൽ അതിലൊരു അതിശയോക്തിയില്ലേ? ഞാനിത് കൃത്യമായിട്ട് ഉദാഹരണ സഹിതം തന്നെ ഇത് ഈ കണക്കുകൾ പരിശോധിക്കാവുന്നതാണ്. ഈ സ്വർണ്ണത്തിന് പിന്നെ നീലമയ്ക്ക് തന്നെ കൃത്യമായിട്ട് അറിയാമല്ലോ സ്വർണത്തിന്റെ 2017 നിരക്കാണോ ഈ പറയുന്ന 5-6 വർഷം കൊണ്ട് സ്വർണത്തിന്റെ വന്നിരിക്കുന്നത്. പക്ഷെ അതിന് ആനുപാതികമായിട്ട് നമ്മുടെ ടാക്സിൽ എന്തുകൊണ്ട്? കാരണം അതിനകത്ത് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ GST മാറിയപ്പോൾ നമ്മുടെ അതിർത്തികൾ മുഴുവൻ ഓപ്പണായി, ചെക്ക് പോസ്റ്റുകൾ മുഴുവൻ ഓപ്പണായി. ഇപ്പോൾ എന്താന്ന് പറയുന്നത് വലിയൊരു സമാന്തര സമ്പദ് വ്യവസ്ഥ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുക. ആ സമാന്തര സമ്പദ് വ്യവസ്ഥ, ബ്ലാക്ക് മാർക്കറ്റ്, ബ്ലാക്ക് എക്കോണമി, ആ എക്കോണമിയെ കൃത്യമായി നിയന്ത്രിക്കേണ്ടത് എന്ന് പറയുന്ന 1000-ഓളം ഉദ്യോഗസ്ഥന്മാർ നിൽക്കുകയാണ് ഈ പറയുന്ന നമ്മുടെ ഈ GST ഡിപ്പാർട്ട്മെന്റിൽ. അവർക്ക് കൃത്യമായി ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അവരെ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ആ സംവിധാനത്തെ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. ഈ കോവിഡ് കാലഘട്ടത്തിൽ 2017 ഒന്ന് പരിശോധിക്കാം. 2017 നമ്മുടെ GST ഗ്രോത്ത് എന്ന് പറയുന്നത് 3% 18-19 അത് 0.49% ആയി. പിന്നീട് അന്ന് 0.3%. അവിടെ നിന്നാണ് നമ്മൾ 20% ഗ്രോത്തിലേക്ക് വന്നിരിക്കുന്നത്. ഓർക്കുക 2018-19 നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്ന ആ കാലഘട്ടത്തിൽ. അപ്പോൾ നമുക്ക് കോമ്പൻസേഷൻ അർഹതയുണ്ട്. കാരണം 14% താഴെ പോയി, നെഗറ്റീവിലും താഴെ പോയിരിക്കുന്നു. അന്ന് നമുക്ക് കോമ്പൻസേഷൻ, കാരണം ഈ പറഞ്ഞ കൃത്യമായി തന്നെ ഈ ആക്ട് ഒക്കെ പ്രകാശ് മാഷിനെ കൃത്യമായിട്ട് അറിയാം. കോമ്പൻസേഷൻ ഈ പറഞ്ഞ GST ആക്ട് 5 വർഷത്തേക്ക് ഇത് നമ്മളത് മുൻകൂട്ടി കാണുമായിരുന്നു. കേരളം അതൊക്കെ പ്രതിപക്ഷം അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 5 വർഷത്തേക്ക് നമുക്ക് പിന്നെ ഈ പറഞ്ഞ GST കോമ്പൻസേഷൻ കിട്ടുള്ളൂ. അത് കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കർണാടക ആണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ബാധകമായിട്ടുള്ള ആക്ടാണ്. ഇന്ത്യൻ സുപ്രീം കോടതി പോലും പിന്നെ നിയമവിധേയമായി അംഗീകരിച്ചിരിക്കുന്നതാണ് GST സംവിധാനം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എവിടെയാ പാളിച്ച വന്നത്? നമുക്കൊന്ന് പാളിച്ച് നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചറുകൾ ഈ GST സംവിധാനത്തിന് ആനുപാതികമായി അതിന്റെ മെച്ചം നമുക്ക് കിട്ടുന്നതിന്. കാരണം 20% GST ഗ്രോത്ത് ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ട് അതിന് ആനുപാതികമായി നികുതി വരുമാനത്തിൽ നികുതി വർധന നമുക്ക് വരാൻ പോകുന്നില്ല? നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് കിട്ടുവാനുള്ള ഈ പറയുന്ന വരുവാനുള്ള പണം തന്നെ എന്ന് പറയുന്നത് ഒരു 30,000-40,000 കോടിയോളം വരും പലതരത്തിലുള്ള. ഞാൻ ഈ പറയുന്ന സ്വർണത്തിന്റെ കാര്യം മാത്രമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്താണെന്നറിയോ, ഒരു സമ്പത്ത് അതായത് വൻതോതിൽ നികുതി പിരിക്കേണ്ട സ്ഥലത്ത് ഇവിടെ നികുതി പിരിച്ചെടുക്കുന്നില്ല എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന മറ്റൊരു ആരോപണം. കൃത്യമായി തന്നെ ശ്രീ പ്രകാശൻ മാസ്റ്റർ, നമുക്കറിയാം ഈ സ്വർണ്ണക്കടകളിലൊക്കെ 250-ഓളം ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഒരേ സമയം റെയ്ഡ് നടത്തിയതും 1000 കോടി രൂപ പിടിച്ചെടുത്തതും അതിൽ വളരെ കൃത്യമായ നികുതി സംസ്ഥാന സർക്കാരിന് കിട്ടിയതുമെല്ലാം ഉള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇങ്ങനെ നികുതി പിടിച്ചെടുക്കുന്നില്ല എന്ന് പറയുന്ന കാര്യത്തിൽ ആരോപണമുണ്ടോ? മാത്രമല്ല ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതായ ഒരു കണക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ ഇത്രമാത്രം ദുർബലമാക്കുന്ന ഘടകം
കൃത്യമായി കേന്ദ്രത്തിന്റെ നികുതി വിഹിതം നൽകാത്തതിലെ കുറവാണ് എന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ ഈ 2024 ജനുവരി 12 എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച മുമ്പ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വിഷയം സംബന്ധിച്ച് ഒരു പ്രത്യേക സെമിനാർ തന്നെ കേരള ഇക്കണോമിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇന്ത്യയിലെ നികുതി ഘടനയിൽ സംസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും വലിയ നിലക്ക് ദുരിതത്തിലാഴ്ത്തുന്ന നിലപാടാണുള്ളത്. അതിൽ മാറ്റം വരണമെന്നാണ് അവർ വെച്ച നിർദ്ദേശങ്ങൾ. എനിക്ക് സമയമില്ല എന്നുള്ളത് വിശദമായിട്ട് പറയാൻ കഴിയില്ല. ധനകാര്യ കമ്മീഷൻ വഴിയുള്ള വിഭവ കൈമാറ്റം ക്രമാതീതമായിട്ട് ഉയരുകയാണ്. ഇതിൽ മാറ്റമുണ്ടാവണം. സെസ്, സർചാർജ് എന്നിവയ്ക്ക് സംസ്ഥാന വിഹിതമില്ല. ഇതിങ്ങനെ അനിയന്ത്രിതമായിട്ട് പിരിക്കുന്നതിൽ മാറ്റമുണ്ടാവണം. നിലവിലുള്ള നികുതി അധികാരം സംസ്ഥാനങ്ങൾക്ക് വർദ്ധിപ്പിക്കണം ഉൾപ്പെടെയുള്ള മൗലികമായ കാര്യങ്ങൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ വരുമാനക്കുറവ് ഞാൻ കാര്യം പറഞ്ഞു. 2020-21 47,662 കോടി. അതൊക്കെ കണക്കാണല്ലോ. ഇതെല്ലാം കൃത്യമായ നിലക്ക് പബ്ലിക് ഡൊമൈനിലുള്ള സംഗതിയല്ലേ. അതായിരുന്നു കേരളത്തിൻ്റെ നികുതി വരുമാനം. 21-22 അത് 58,341 22.4% വർധന. ഇന്ത്യയിൽ അത്രയും വലിയ വർധന അക്കാലത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. 22-23 അത് 71,968 28.36% വർധന. ആ വർധന ഇവിടെ ഉണ്ടായിട്ടില്ല. RBI ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് റവന്യൂ വരുമാന വർധനയിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നു. പിന്നെ സ്വർണത്തിൻ്റെ കാര്യം. സ്വർണത്തിൻ്റെ പ്രശ്നം എന്താ? നേരത്തെ വാറ്റായിരുന്നപ്പോൾ 5% നികുതി സംസ്ഥാനങ്ങൾക്കാണ്. ഇപ്പോഴാവട്ടെ GSTയിലെ വിഹിതം എന്ന് പറയുന്നത് 1.5 ആണ്. എത്ര വലിയ കുറവാണ്. 1/3 കുറയുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ലേ. പിന്നെ സ്വർണത്തിൻ്റെ മേഖല എന്താ നടക്കുന്നത്? വലിയ നികുതി വെട്ടിപ്പാണ്. ആ നികുതി വെട്ടിപ്പ് 2 തരത്തിലാണ്. ഒന്ന് കള്ളക്കടത്ത്, 2 അന്തർ സംസ്ഥാന നികുതി വെട്ടിപ്പ്. ഇത് രണ്ടും ആരാ കൈകാര്യം ചെയ്യേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ്റല്ലേ. അന്തർ സംസ്ഥാന നികുതി വെട്ടി കണ്ടുപിടിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുപോലെ വിമാനത്താവളങ്ങളിലൂടെ ഈ സ്വർണ്ണക്കടത്ത് കണ്ടുപിടിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്താ കേന്ദ്ര സമീപനം? ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പഴിചാരാൻ വേണ്ടിയിട്ട് ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ഒരുപാട് കാര്യം ചർച്ച ചെയ്തല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ ആരാണ് സ്വർണം കൊണ്ടുവന്നത്? ആർക്ക് വേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നത്? എത്ര സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്? കണക്കുണ്ടോ? പരിശോധിച്ചോ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്? ഇല്ലല്ലോ. അപ്പോൾ നികുതി വെട്ടിപ്പ് ഈ മേഖലയിലുള്ളത് പരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമല്ല. അന്തർ സംസ്ഥാന നികുതി വെട്ടിപ്പ് പരിശോധിക്കാൻ അവർ സന്നദ്ധമല്ല. സ്വർണ്ണക്കടത്ത് അഭംഗുരം നടക്കുന്നു നമ്മുടെ വിമാനത്താവളങ്ങളിലൂടെ. അതല്ലേ കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് സ്വർണത്തിന് എന്നാൽ കേരള ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ നടത്തിയപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെപ്പോഴെങ്കിലും 25 വലിയ വൻകിട വ്യാപാര കടകളിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ വെച്ചുകൊണ്ട് ഒരേ സമയം നികുതി വെട്ടി പരിശോധിക്കാൻ ഒരു ശ്രമം നടത്തിയത് ഈ ഗവൺമെൻറ് കാലത്തിൽ അതെപ്പോഴാ? 1000 കോടിയിലേറെയാണല്ലോ അതുമായി ബന്ധപ്പെട്ട് വരുമാനം ഉണ്ടാക്കിയത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ വർക്കലി 50 കോടിയുടെ നികുതി വെട്ടി കണ്ടുപിടിച്ചല്ലോ. അതുപോലെ ഇപ്പോൾ വിമാനത്താവളങ്ങളിലുള്ള കടത്ത് ആരാ കണ്ടുപിടിക്കുന്നത്? സംസ്ഥാന പോലീസാണ് പലതും, അല്ലാതെ കേന്ദ്ര പോലീസല്ല. അപ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സമീപനം തെറ്റാണ്. അത് തിരുത്തണമെന്ന് പറയേണ്ടതിന് പകരം സംസ്ഥാന ഗവൺമെൻറ് എന്തോ കെടുകാര്യസ്ഥ കാണിക്കുന്നു എന്ന് പറയുന്നതിലാണ് തെറ്റ്. ഇപ്പോൾ ഒരു നാടിൻ്റെ ധനകാര്യ നില എങ്ങനെ പരിശോധിക്കുക? ധനകാര്യ മാനേജ്മെൻറ്റ് പരിശോധിക്കുന്നത് റവന്യൂ വർധനമുണ്ടോ, അതുപോലെ റവന്യൂ കമ്മി എങ്ങനെയാണ്, അത് വർദ്ധിക്കുന്നുണ്ടോ, അതിൽ എന്താണ് പൊതുവെള്ള നില, ഇത് വെച്ചുകൊണ്ടല്ലേ നമുക്ക് സാധാരണയിൽ ഒരു സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഒരു വിലയിരുത്തൽ നടത്താൻ വേണ്ടി കഴിയുക. എന്നാൽ എന്താണ് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ അഖിലേന്ത്യാ നിലവാരത്തിലുള്ള ഈ രംഗത്തെ കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് കാണാം. അതെല്ലാം തന്നെ ഈ പറയുന്ന ഔദ്യോഗികമായിട്ട് കണക്കുകളിലുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്ര ബജറ്റിലെ ധനക്കമ്മി GDPയുടെ 5.9 ആണ്. കേരളത്തിലോ GSDPയുടെ 3.5 ആണ്. 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് കേന്ദ്ര GDP കുറയാൻ. ഇപ്പോഴവിടെ GDP വരുമാന വർധന 6.5 ആണ്. കേരളത്തിൽ അത് 8% നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിൽ. ഇന്ത്യയിൽ 28, കേരളത്തിൽ 6. മാതൃമരണ നിരക്ക് കേരളത്തിൽ 19, ഇന്ത്യയിൽ 97. ആളോഹരി വരുമാനം ഇന്ത്യയിൽ 19,463, കേരളത്തിൽ 2,28,353. വളർച്ചാ നിരക്കിലും അതുപോലെ വരുമാന വർധനവിലും കുടിശ്ശിക പിരിവിലും ഏതിലാണ് കേരളം പറഞ്ഞില്ലേ? ഒന്നിനും കേരളം പറഞ്ഞില്ല. പിന്നെ കേരളത്തിന് കിട്ടുന്ന വരുമാനം ഒരൊറ്റ കൊല്ലം അത് 64,000 കോടി ഉറുപ്പിക കുറഞ്ഞാൽ അത് പ്രതിസന്ധി ഉണ്ടാക്കില്ലേ, പ്രയാസം ഉണ്ടാക്കില്ലേ? അതുണ്ടാക്കും. അങ്ങനെ ഉണ്ടാകുമ്പോഴും പിടിച്ചു നിൽക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ വരുമാന വർധന കൊണ്ടാണ് കേരളം പിടിച്ചു നിൽക്കുന്നത്. വ്യത്യസ്ത മേഖലയിൽ കേരളം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തുകയാണ്. അത് പൂർണ്ണമായിട്ട് വിജയിക്കാൻ പാടില്ല എന്നുള്ള നിലക്കാണ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ ഇടപെടുന്നത്. ഇപ്പോൾ ഇടക്കാലത്ത് ഗവർണറെ വെച്ചുകൊണ്ട് കേരളത്തിൽ ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടല്ലോ.
ഇന്ത്യയിൽ ഇതുവരെ 75 വർഷക്കാലം ഒരു സ്റ്റേറ്റിലും ഈ പറയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ വകുപ്പുണ്ട് ഭരണഘടനയിൽ. അത് പ്രഖ്യാപിക്കുമെന്ന് ഭീഷണി മുറുക്കിയപ്പോൾ ഈ കേരളത്തിലെ MP-മാർ ഒരക്ഷരം ഒരു വാക്ക് ഉരിയാടിയോ ആ കാര്യം സംബന്ധിച്ച്? ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു വലിയ ചർച്ച നടന്നു. 14ാം ധനക്കമ്മീഷൻ 42% ഡിവിഷണൽ പൂളിൽ നിന്ന് സ്റ്റേറ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രധാനമന്ത്രി, അതുപോലെ അദ്ദേഹത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി, അതുപോലെ ധനക്കമ്മീഷൻ ചെയർമാൻ അവർ ഒരു ചർച്ച നടത്തി. പറഞ്ഞിരിക്കുന്ന ആരാ? പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്തുള്ള ജോയിന്റ് സെക്രട്ടറി, ഇപ്പോഴത്തെ നമ്മുടെ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അക്കാര്യം സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടിയോ കേരളത്തിലെ KPCC അധ്യക്ഷൻ? അതുപോലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്? ഇല്ലല്ലോ. കോൺഗ്രസിന് അത്തരം കാര്യങ്ങളിൽ വർത്താനില്ലല്ലോ. അപ്പോൾ കേന്ദ്രത്തിന്റെ തികച്ചും അന്യായമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കെതിരെ കാമാമുണ്ടാൻ ധൈര്യമില്ല, നട്ടല്ലില്ല. അതൊക്കെ കോൺഗ്രസിന്റെ പ്രശ്നം. ഞങ്ങൾക്കെതിരെ എന്തും പറയുക, ഇതല്ലേ നിലപാട് സ്വീകരിക്കുന്നത്? ഞങ്ങൾ പറയുന്ന ഈ ധനരേഖ മേഖലയിൽ കേന്ദ്രം കാണിക്കുന്ന ഈ അന്യായം ഞങ്ങൾക്കെതിരെയല്ല, LDFിന്റെ ഗവൺമെന്റിനെതിരെയല്ല, ഈ കേരളത്തിലുള്ള മലയാളികൾക്കാകെ എതിരായിട്ടാണ്. അതിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ട്. അവര് നാവ് വിഴുങ്ങിയതുപോലെ അക്കാര്യം സംബന്ധിച്ച് മുണ്ടാട്ടമേലും. ഇന്നത്തെ ചർച്ച നോക്കുക. ഇന്നത്തെ ചർച്ചയിൽ 99% എന്തിനാ വിനിയോഗിച്ചത്? സംസ്ഥാനത്തെ പരിഹാരമല്ലേ? കേന്ദ്രത്തിന്റെ നേതൃത്വത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സതീശനോ ആരെങ്കിലോ എന്തെങ്കിലും നിലക്ക് ചർച്ചയിൽ ഇടപെട്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് മോശമാവണം. മകൻ മരിച്ചാലും, മന്ത്രികൾ പറഞ്ഞ പോലെ മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണണം. ഇതാണ് അവരുടെ താല്പര്യം. ഇത് കേരള വിരുദ്ധമാണ്. ഇതിന് കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ പോർമുഖം തുറന്നിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എവിടെ നിൽക്കുന്നു എന്നതാണ് ഉയരുന്ന വലിയ ചോദ്യം. ന്യൂസ് ആൻഡ് വ്യൂസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കേന്ദ്ര സർക്കാർ പോർമുഖം തുറന്നിരിക്കുന്നത് കേരളത്തിന് നേർക്കാണ്. ഇത് മനസ്സിലാക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്ന വിലയിരുത്തലാണ് CPIM പ്രതിനിധി നടത്തിയത്. M. ജയചന്ദ്രനിലേക്കാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ നീതി ആയോഗിന്റെ CEO ആയ BVR സുബ്രഹ്മണ്യം പറഞ്ഞതെല്ലാം വലിയ തലക്കെട്ടുകളിൽ ഇടം പിടിച്ച കാര്യമാണ്. മോദി ആവശ്യപ്പെട്ടത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത് ഷെയറബിൾ റവന്യൂ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള വിഹിതം എങ്ങനെയെങ്കിലും ഒക്കെ വെട്ടിക്കുറയ്ക്കണമെന്നുള്ളതാണ്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 50% കേന്ദ്രവിഹിതത്തിനു വേണ്ടി വാദിച്ച് പോരാടിയ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ ഒരു പൊളിറ്റിക്സിൽ ഒരു മറുപടി പോലും ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ നമുക്കറിയാം കേരളത്തോടുള്ള കൃത്യമായ അവരുടെ എതിർപ്പാണ് ഇങ്ങനെ സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ അടിച്ചമർത്തുന്നതിന് പിന്നിൽ എന്ന് വളരെ കൃത്യമായി അറിയാത്തവരല്ല ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ സംസ്ഥാന താല്പര്യങ്ങളെ കൂടി ബലി കഴിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയാൽ എങ്ങനെ വിലയിരുത്താനാകും? അത് വ്യക്തമല്ലേ. KPCC പ്രസിഡന്റ് പറഞ്ഞത് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് കേന്ദ്രം ഇങ്ങോട്ടൊന്നും തരാനില്ല, കേന്ദ്രം കേരളത്തിന് പൈസ കൊടുക്കാനുണ്ടെന്ന് ഇവർ പറയുന്നത് വെറുതെയാണ് എന്ന് പരസ്യമായി നിലപാടെടുത്ത ആളല്ലേ അദ്ദേഹം. ഇതോട് കൂട്ടിച്ചേർത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ, നമ്മുടെ കടമെടുപ്പ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് 39% വരെ എത്തിയിരിക്കുന്നു കേരളത്തിന്റെ നിലവിലുള്ള പരിധി എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ അദ്ദേഹത്തിനോട്, കേരളത്തിലെ ഏറ്റവും ഉയർന്ന പരിധി വന്നത് ഏത് കൊല്ലമാണെന്ന് താങ്കൾക്ക് അറിയുമോ? ഞാൻ പറയാം. 2006 മാർച്ച് 31 അവസാനത്തെ സാമ്പത്തിക വർഷത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ കടമെടുപ്പ് പരിധി സംഭവിച്ചത്. ആ ഡെറ്റ് റേഷ്യോ ഉണ്ടാവുന്നത് 44%. അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നു, ഗവൺമെന്റ് ആരായിരുന്നു പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടി നയിച്ച UDF ഗവൺമെന്റ് ആയിരുന്നു. പക്ഷേ ക്ഷേമ പെൻഷനുകളുടെ കാര്യം വരുമ്പോ അന്ന് ക്ഷേമ പെൻഷനുകൾ 120 രൂപയാണെന്ന് ഓർക്കണം കേട്ടോ. ഉമ്മൻചാണ്ടിയുടെ ആ കാലത്ത് 2006 ആ കാലത്ത് അധികാരം പിന്നീട് വന്ന ഇലക്ഷനിൽ VS ആണല്ലോ അധികാരത്തിൽ വരുന്നത്. LDF സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി VS വരുന്നു. 120 രൂപയാണ് ഉമ്മൻചാണ്ടി കൊടുത്തുകൊണ്ടിരുന്ന ആ പെൻഷൻ 500 രൂപയാക്കുന്നു VS. പിന്നീട് അവിടെ 100 രൂപ വർധന വരുത്തുന്നു. 2015-16 100 രൂപയാണ് ഉമ്മൻചാണ്ടി വർധന വരുത്തുന്നത്. അതാണ് 2016-21 പിണറായി സർക്കാരും പിന്നീട് ഇപ്പോഴത്തെ പിണറായി സർക്കാരും വർദ്ധിപ്പിച്ച് 1600 എത്തിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നം ഈ പെൻഷന്റെ പ്രശ്നമല്ല. 44% 2006 മാർച്ച് 31 കേരളത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നിട്ട് കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് പ്രതിസന്ധികളുണ്ട്. ചില പ്രതിസന്ധികൾ ഇന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ചില നിയന്ത്രണങ്ങൾ വരുത്തേണ്ടി വരുന്നുണ്ട്. യൂണിയൻ ഗവൺമെന്റ് തരാനുള്ളതിന്റെ പകുതി തന്നാൽ
ഇതെല്ലാം ഉടൻ കൊടുത്തു തീർക്കാൻ കഴിയുന്ന നില ഉണ്ടായിട്ടും അത് തരുന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെ പിടിച്ചു നിന്നു? അതാണല്ലോ ഏറ്റവും പ്രധാനം. ഈ സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ വമ്പിച്ച വർധനവ് വരുത്തിക്കൊണ്ടാണ് ഈ പിടിച്ചുനിൽപ്പുണ്ടായത് എന്നുള്ള വസ്തുത ആർക്കാണ് നിഷേധിക്കാൻ പറ്റുക? UDF-നോ BJP-ക്കോ നിഷേധിക്കാൻ പറ്റുമോ? അതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് 2023 മാർച്ച് 31 കണക്ക് പ്രകാരമാണ്. 24 കോടി രൂപയുടെ വർധനമാണ്. 24,000 കോടി രൂപയുടെ വർധനമാണ് മാർച്ച് 31, 2023 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ തൊട്ട് മുൻപ് വർഷത്തെക്കാളും നമ്മൾ നേടിയെടുത്തത്. അത് വലിയൊരു കുതിപ്പായിരുന്നു. 2021 47,000 കോടിയിൽ നിന്നും 71,900 കോടിയിലേക്കാണ് തനത് വരുമാനം നമ്മൾ വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ വർഷം 2023 മാർച്ച് 31 കേരളത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തനത് വരുമാന വർധനവാണ് കഴിഞ്ഞ വർഷം. അതാണ് കണക്കുകൾ വെച്ചുകൊണ്ട് ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ സംസാരിച്ചത്. ശ്രീ റോണി കെ ബേബിയിലേക്കാണ് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതുകൊണ്ടാണ്, രണ്ട് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ എത്രയോ വാസ്തവ വിരുദ്ധമാണെന്ന് ലൈഫിന്റെ കാര്യം മാത്രം എടുത്താൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഈ ലൈഫ് പദ്ധതിക്ക് ചെലവഴിച്ച തുക സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വർഷം 18 കോടി രൂപ മാത്രമാണ് സർക്കാർ ചെലവഴിച്ചതെന്നാണ്. ഇന്ന് MP രാജേഷ് വളരെ കൃത്യമായ അതിൻ്റെ കണക്ക് മുന്നോട്ട് വെച്ചു. ഈ വർഷം മാത്രം 1628.49 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു. ആ സ്ഥാനത്താണ് 18 കോടി മാത്രമാണ് ചെലവഴിച്ചത് എന്ന് അബദ്ധ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് ഇങ്ങനെ കള്ളക്കണക്ക് ജനങ്ങൾക്ക് മുൻപാകെ വെക്കാൻ നോക്കുന്നത്. ഈ 17,104 കോടി രൂപ 2017 മുതൽ ഇതുവരെ ചെലവഴിച്ച സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ഒരു സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കള്ളക്കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തുന്നത്. ഇത് ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാനാവും? ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞോളാം. പ്രിയപ്പെട്ട ശ്രീ ജയേന്ദ്രൻ മാഷു പറഞ്ഞു 2006 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ കേരളത്തിന്റെ ഈ പറയുന്ന ഡെപ്റ്റ് എന്ന് പറയുന്നത് 44% പറഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതേ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ 2016 ഇറങ്ങി പോകുമ്പോൾ ഈ 44-ൽ നിന്ന് 36% കേരളത്തിന്റെ പൊതുകടത്തിന്റെ റേഷ്യോ താന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ആ 36% നിന്നുമാണ് ഇപ്പോൾ 39-ന് മുകളിലേക്ക് കേരളത്തിന്റെ പബ്ലിക് ഡെപ്റ്റ് പൊതുകടം ഉയർന്നിരിക്കുന്നത്. ഞാൻ ഒരു ഒറ്റ കണക്ക് മാത്രം, 1,72,000 കോടിയായിരുന്നു 1,72,000 കോടിയായിരുന്നു 2016-ൽ കേരളത്തിന് പൊതുകടമെങ്കിൽ ഇന്ന് അത് എത്തി നിൽക്കുന്ന 4 ലക്ഷം കോടിക്ക് മുകളിലേക്കാണ്. 1957 മുതൽ 2016 വരെയുള്ള 60 വർഷമായിരുന്നു ഈ 1,72,000 എങ്കിൽ കഴിഞ്ഞ 7 വർഷം കൊണ്ടാണ് നമ്മൾ 4 ലക്ഷം കോടിക്ക് മുകളിലേക്ക് നമ്മൾ കൃത്യമായി എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇപ്പൊ എന്താണെന്നറിയോ, നമ്മൾ കടം മേടിച്ച് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുതുതായി ഈ പറഞ്ഞ നികുതിയേതര വരുമാനങ്ങൾ വളരെ കൃത്യമായി തന്നെ CAG-യുടെ ഒക്കെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നറിയോ, നികുതി ഈ പറഞ്ഞ ബജറ്റ് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു 50% പോലും ഒരു നികുതിയേതര വരുമാനം. ഇപ്പോൾ നമ്മൾ നികുതി വരുമാനത്തെ കുറിച്ചാണ് പ്രകാശൻ മാഷും നമ്മളൊക്കെ സംസാരിച്ചത്. പക്ഷെ നികുതിയേതര വരുമാനം ഇപ്പോൾ ഈ പറയുന്ന തമിഴ്നാട് തന്നെ നോക്കുക, അവർ 40,000 കോടി രൂപയാണ് പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പുതുതായിട്ട് എന്തുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ സംസ്ഥാനത്ത്, കാരണം എന്താ, നമുക്ക് റവന്യൂ ഇൻകം കൂടുന്ന എപ്പോഴാണ് നമുക്ക് പുതിയ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ ഉണ്ടാകും, പുതിയ ഇൻകം ജനറേറ്റ് ചെയ്യണം. നമ്മുടെ സ്റ്റേറ്റിൽ നമുക്ക് പുതുതായിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അവിടെ എന്തുകൊണ്ട് സർക്കാരിന് ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് വളരെ ഗൗരവമായിട്ടുള്ള UDF-ന്റെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾ വലിയ കണക്കുകൾ പറയുമ്പോൾ UDF-ന്റെ ഭരണകാലം നമുക്ക് മറക്കാൻ കഴിയില്ല. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ക്ഷേമ പെൻഷൻ 18 മാസം മുടക്കി വന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞു പോയത്. കണക്കുകൾ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ നിയമസഭയിൽ ഇന്നലെ ചില നീക്കങ്ങൾ നടന്നു. അത് അമ്പയെ പരാജയപ്പെട്ടു. വളരെ കൃത്യമായ കണക്കുകൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. ശ്രീ പ്രകാശ് മാസ്റ്റർ, അതിനു മുമ്പ് 2.5 വർഷം ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്ന ഒരു സർക്കാരും നമ്മുടെ മുന്നിലുണ്ട്. അല്ല ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇന്നലെ നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ഈ 18 മാസം മുടക്കി എന്നത് ജനങ്ങൾ അറിയാതിരിക്കാൻ വലിയ കള്ളക്കളി ഇന്നലെ നിയമസഭയിൽ നടന്നു. താങ്കൾക്കത് പറഞ്ഞു പോകാം. ഇതെല്ലാം പബ്ലിക് ഡോക്യുമെന്റിൽ ഡൊമൈനിലുള്ളതാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പെൻഷന് വേണ്ടിയിട്ട് ആകെ 5 കൊല്ലം കൊണ്ട് ഉപയോഗിച്ചത് 9,011 കോടി. നിയമസഭാ രേഖയിലുള്ളതാണല്ലോ. ഒന്നാമത്തെ പിണറായി ഗവൺമെന്റ് മാത്രം ഉപയോഗിച്ചത് 35,154 കോടി. എത്ര ഇരട്ടിയാണ്? പിന്നെ 18 മാസക്കാലമായിരുന്നു ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക. നിങ്ങൾ കാണാൻ പഠിക്കണേ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിലെ റേഷൻ ഷോപ്പുകളിൽ അന്ന് മാറാല കെട്ടിക്കിടക്കായിരുന്നില്ലേ?
മാവേലി സ്റ്റോറുകൾ എവിടെയെങ്കിലും പ്രവർത്തിച്ചിരുന്നോ? 2016 ആശുപത്രികളിൽ ആരെങ്കിലും പോകാറുണ്ടായിരുന്നോ? ഡോക്ടറില്ല, മരുന്നില്ല, സംവിധാനങ്ങളില്ല. അവിടെ ആരെങ്കിലും പോയിരുന്നോ? മരിച്ച മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പേന ഇറങ്ങിപ്പോകുന്ന പോലെയല്ലേ നമ്മുടെ കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പോയത്? കാരണം പൊതുവിദ്യാലയങ്ങളിൽ ഒരു സംവിധാനമില്ല. അതെല്ലാം മാറിയിരിക്കുന്നു 7.5 കൊല്ലക്കാലം കൊണ്ട്. ഇന്ന് കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ എല്ലാവരും ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് 11 ലക്ഷത്തിലേറെ കുട്ടികൾ മടങ്ങി വന്നിരിക്കുന്നു. 13 സാധനങ്ങൾക്ക് കഴിഞ്ഞ 7 കൊല്ലക്കാലമായിട്ട് വിലക്കയറ്റമില്ല മാവേലി സ്റ്റോറിൽ. അതുപോലെ റേഷൻ ഷോപ്പുകൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. 2016 നിലയിൽ നിന്ന് കേരളം എത്രയോ മാറിയിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. പിന്നെ വരുമാനത്തിൻ്റെയും അതുപോലെ കടത്തിൻ്റെയും വർധന. ഇവിടെ റോഡി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ വരുമാനം ഓരോ 5 കൊല്ലം കൂടുമ്പോഴും ഇരട്ടിയാവുകയാണ്. 2016 നിങ്ങൾ വരുമാനം നോക്കിക്കോ. കേരളത്തിൽ ഞാനിതിൽ കണക്കുകൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 16 നിന്ന് 21 ആകുമ്പോഴേക്ക് വരുമാനം ഇരട്ടിയായി, കടവും ഇരട്ടിയാവുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി 21 നിന്ന് 26 ആകുമ്പോഴേക്ക് വരുമാനം ഇരട്ടിയാവും, കടം വർദ്ധിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ കടവും വരുമാനവും ഓരോ 5 കൊല്ലക്കാലം കൂടുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു നില. അതിന് വലിയ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായ നിലക്ക് തന്നെ എന്തായിരുന്നു 5 കൊല്ലക്കാലം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്നുള്ളത് ജനങ്ങൾക്കറിയുന്ന കാര്യമാണല്ലോ. ഈ കഴിഞ്ഞ 7 കൊല്ലമുള്ള ഗവൺമെൻറ്റുമായിട്ട് ഏതെങ്കിലും രംഗത്ത് താരതമ്യമുണ്ടോ? ഇവിടെ ഇപ്പോൾ വ്യവസായത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു, വ്യവസായത്തിൻ്റെ മേഖലയിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പുകളുള്ള സ്റ്റേറ്റ് ഇപ്പോൾ കേരളമാണ്. 11,000 കോടിയുടെ നിക്ഷേപം 1.5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ വന്നുവെന്ന് നിയമസഭയിൽ പറഞ്ഞല്ലോ കേരളത്തിലെ വ്യവസായ മന്ത്രി ഹരിചേട്ടൻ. ഒപ്പം 1.5 കൊല്ലക്കാലം വീണ്ടും കഴിഞ്ഞു. അപ്പോൾ വ്യാവസായിക നിക്ഷേപ രംഗത്തും ആ രംഗത്ത് തൊഴിൽ കൊടുക്കുന്ന മേഖലയിലൊക്കെ കേരളം ഒരുപാട് മാറിയിട്ടുണ്ട്. ആ രംഗത്തുള്ള നികുതി വരുമാനം വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് ഉണ്ടായത് കൊണ്ടാണ് നമ്മളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ കേന്ദ്രം ആലോചിച്ചിട്ടും ഞങ്ങൾ ഭരിക്കാതിരിക്കുന്നത്. ഞങ്ങൾ ശ്വാസം എടുത്ത് ജീവിക്കുകയാണല്ലോ. കേരളത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിട്ട് ട്രഷറി പൂട്ടിയല്ലോ. ഇവിടെ 7.5 കൊല്ലമായിട്ട് ട്രഷറി പൂട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ ട്രഷറി എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു ധനവർഷത്തിൻ്റെ അവസാനം എപ്പോഴെങ്കിലും ട്രഷറി പൂട്ടിയിട്ടുണ്ടോ കേരളത്തിൽ? കഴിഞ്ഞ കൊല്ലമോ അതിന് മുമ്പത്തെ കൊല്ലം എപ്പോഴെങ്കിലും? ഇല്ല. അതെല്ലാം ഫലവത്തായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ അന്യായം കൂടി കേന്ദ്ര ഗവൺമെൻറ് ഒഴിവാക്കുകയാണെങ്കിൽ കേരളത്തെ പോലെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ വേറെ ഉണ്ടാവില്ല. അതിന് കോൺഗ്രസ് സഹായം നൽകുന്നു. അതാ പ്രശ്നം. നിങ്ങൾ കൂടി കേരളത്തിന് കൂടെ നിൽക്കണം. കോൺഗ്രസും UDF കൂടി കേരളത്തിലെ ജനങ്ങളുടെ കൂടെ നിൽക്കണം. ഇതാ ഞങ്ങളുടെ ആവശ്യം. അങ്ങനെ വന്നാൽ ഒരു പ്രശ്നവും പ്രയാസമില്ലാതെ ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളിലും ഒന്നാമത്തെ സ്റ്റേറ്റായിട്ട് കേരളം മാറുന്നതിന് ഒരു തടസ്സമില്ല. ഇപ്പം കഴിഞ്ഞ 3 കൊല്ലം പരിശോധിക്കുമ്പോൾ 20 കാര്യങ്ങളിലാണ് നിതി ആയോഗ് കേരളത്തിന് 1ാം സ്ഥാനം കൽപ്പിച്ചത്. സമയമില്ല എന്നുള്ളൊരു കാര്യങ്ങളായി ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ മെച്ചപ്പെടുത്തണം, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടണം എന്നാണ് കോൺഗ്രസും UDF ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം. കേരളത്തെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിനൊപ്പമാണോ നിലയുറപ്പിക്കേണ്ടത് എന്ന് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് 1 മണിക്കൂർ ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുത്ത M പ്രകാശൻ മാസ്റ്റർ, റോണി കെ ബേബി, M ജയചന്ദ്രൻ, എല്ലാവർക്കും വളരെയധികം നന്ദി.